ഓം നമശ്ചണ്ഡികായി. ഈ മകരസംക്രമ ഫലങ്ങൾ മിഥുനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. മകയിരത്തരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് സംക്രമം നടക്കുന്നത് 8-ാം ഭാവത്തിലാണ്. 8-ാം ഭാവത്തിൽ സംക്രമം നടക്കുന്നതുകൊണ്ട് ഇവർക്ക് ഈ കാലയളവിൽ ഗുണഫലങ്ങൾ താരതമ്യേന കുറവായിരിക്കും. നേത്രരോഗം, കലഹം, മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, ധനനഷ്ടം ഉണ്ടാവുക തുടങ്ങിയ ദോഷങ്ങൾ അനുഭവിക്കാവുന്നതാണ്. മിഥുനൻ രാശി ആയതുകൊണ്ട് താരതമ്യേന ദോഷഫലങ്ങൾ കുറയും. എങ്കിലും ശ്രീകൃഷ്ണപ്രീതി വരുത്തുന്നത് ഈ ദോഷങ്ങൾ കുറയാനും സത്ഫലങ്ങൾ കുറെയെങ്കിലും ലഭിക്കുന്നതിനും നല്ലതാണ്. ഇനി കർക്കിടകക്കൂർ. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുണർത്തിക്കാല്, പൂയം, ആയില്യം എന്നിവയാണ്. ഇവർക്ക് സംക്രമം നടക്കുന്നത് 7-ാം ഭാവത്തിലാണ്. വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് ഈ ഒരു കാലയളവിൽ ലഭിക്കും. സുഖകരമായ ദാമ്പത്യ ജീവിതം, സുഖകരമായ പോക്ക് വരവുകളൊക്കെ, യാത്രയൊക്കെ സുഖമായിരിക്കും. കിടപ്പ് സുഖമായിരിക്കും. ഭക്ഷണം നല്ലതായിരിക്കും. പൊതുവേ കാര്യതടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു കാലയളവായിരിക്കും ഇത്. എങ്കിലും പൂർണ്ണമായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും ധനപുഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുന്നതിനും രോഗങ്ങളൊന്നും വരാതിരിക്കുന്നതിനൊക്കെയായി ദുർഗാ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നത് നല്ല ഫലങ്ങളെ ചെയ്യും. ഒന്ന് നമശ്ചണ്ഡികായ.